ഇതൊരു ഹോണ്ട ആക്റ്റീവയുടെ സർവീസ് വീഡിയോ ആണ്. മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമുക്കതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം, എയർ ഫിൽറ്റർ, ബ്രേക്ക്, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത്, ഓടിച്ച് നോക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. ബ്രേക്ക് അത്ര കംഫർട്ടായിട്ടല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ലേഡീസ് ഫുഡ് ടെസ്റ്റൊക്കെ ഫിറ്റ് ചെയ്യേണ്ടസ് പറഞ്ഞിട്ടുണ്ട്, ലേഡീസ് ഹാൻഡിൽ ഫിറ്റ് ചെയ്യേണ്ടസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ ഇപ്പോൾ അത്യാവശ്യം അതിൻ്റെ എസ്റ്റിമേറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പെടുത്തി തരാം. ഇപ്പോൾ നിലവിൽ ഓൾറെഡി ലേഡീസ് ഫുഡ് ടെസ്റ്റ് നമുക്ക് മടക്കി വയ്ക്കുന്ന ലേഡീസ് ഫുഡ് ടെസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ അതിന് പിടിപ്പിക്കുന്നേഴ്സും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ ബ്രേക്ക് ലൈനർ എന്ന് പറഞ്ഞാൽ വെറും ഒരു കുറഞ്ഞ കമ്പനിയുടെ, കേട്ടിട്ട് പോലും ഇല്ല, ഒരു ചാത്ത കമ്പനിയുടെ സാധനമാണ് കിടക്കുന്നത് കേട്ടോ. തന്നെയല്ലാതെ നമുക്ക് ഓൾറെഡി ബ്രേക്ക് കിട്ടണില്ല, ഒരു വലിച്ചിലാണ് കാണിക്കുക. അത് അമ്മാതിരി ബ്രേക്ക് ലൈനർ ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഹബിനകത്ത് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്ന് ഈ ഹബ്ബ് കംപ്ലൈൻറ്റ് ആവാൻ സാധ്യത 90%. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ കളർ ചേഞ്ച് ചെറുതായിട്ട് വന്നതാണ്, ഓവർ ഹീറ്റിങ് കാണിച്ചിട്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം. കാരണം എന്താ വെച്ചാൽ അത് നഷ്ടം നോക്കണ്ട, അത് മാറ്റി കളയുന്നതാണ് ഏറ്റവും സേഫ്. പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകളും കംപ്ലൈൻ്റ് ഉണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കാണും കംപ്ലൈൻ്റ് ഉണ്ട്, ബാക്ക് ബ്രേക്കിലേക്ക് തന്നെ കേബിളും ഔട്ടർ വലിയ നിൽക്കണേ. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ അതൊരു കുറഞ്ഞ സാധനം തന്നെയാണ്. അത്യാവശ്യം പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ്. ഇതിലൊക്കെ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് വരച്ച് ഓട്ടേക്ക് ആക്കിയിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കൈയോടെ എടുത്ത് കളയാം. കാരണം അത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അതിനോടനുബന്ധിച്ച് തന്നെ കംപ്ലയിൻസുകൾ കൂടുതൽ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രോപ്പറായിട്ട് മാറ്റി എയർ ഫിൽറ്റർ പ്ലഗും, എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ പ്ലഗും മാറണം. പ്ലഗിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കരിയുണ്ട്. ഞാൻ അതിനോടടുത്ത് ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഭാഗം അഴിക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് രണ്ട് സൈഡും ഓയിൽ സീൽ ലീക്കാണ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ഓയിൽ സീൽ ലീക്കാണ്. ആ ഓയിലാണെങ്കിൽ തന്നെ താഴേക്ക്. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ അവിടെ നിന്ന് ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ക്ലച്ച് ഷാഫ്റ്റിനകത്ത് ഈ ക്ലച്ചിൻ്റെ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഗിയർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടാണ്, ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കതിനകത്ത് ആകെ കൂടിയുള്ളത് 120 മില്ലി ഓയിലാണ്. അപ്പോൾ ഞാനത് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചാണ്. ഓയിലില്ല അതിനകത്ത്. അപ്പോൾ നമുക്കതൊന്ന് ഓയിൽ ഫില്ല് ചെയ്യണം. അതിനുശേഷം ഈ ഓയിൽ സീലൊന്ന് മാറ്റണം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ മാറ്റാണ്ട് അത് അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ കിക്കർ അടിക്കുമ്പോൾ കിക്കർ ഒരു ചതഞ്ഞ രീതിയിൽ നിൽക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പിനിയൻ വീല് അടിച്ചാൽ വന്ന് ലോക്കാവണ ഈ സൈഡിൽ അതിൻ്റെ സ്റ്റോപ്പർ പോയേക്കണം. അതൊന്ന് വെൽഡ് ചെയ്തിട്ട് വേണം നമുക്കത് പിടിപ്പിക്കാനായിട്ട്. അതല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ കിക്കർ ഓവറായിട്ട് മുകളിലേക്കൊക്കെ നമ്മൾ അടിക്കുമ്പോൾ ഒരു പക്ഷേ വന്ന് ലോക്കാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്ലച്ചിനകത്ത് നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണേ. ബെൽറ്റ് ഈ പറഞ്ഞ രീതിയിൽ കിടക്കുന്ന കമ്പനി ബെൽറ്റാണ്. പക്ഷേ എന്ന് വെച്ചാൽ അത്യാവശ്യം അതിൻ്റെ കാലാവധി കഴിഞ്ഞേക്കണതാണ്. പറയാൻ കഴിഞ്ഞാൽ 1-2 സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ പൊട്ട് വീണിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ അത്യാവശ്യം പൊളിഞ്ഞേക്കണേ ഈ കണ്ടീഷനിൽ. അപ്പം അതൊന്ന് ചേഞ്ച് ചെയ്ത് ഇടാണെങ്കിൽ പിന്നീട് നമുക്കിതുമായി ബന്ധപ്പെട്ട് അഴിക്കേണ്ടി വരില്ല പെട്ടെന്ന്. കാരണം ഞാൻ 1-2 സ്ഥലങ്ങളിൽ നല്ല രീതിയിലുള്ള പൊട്ടലുണ്ട്. ഓക്കെ, കാരണം അതൊക്കെ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു 30,000 കിലോമീറ്ററിലൊക്കെ എടുത്ത് കളയണം നല്ലത്. കംപ്ലൈൻറ്റ് വന്നാലും വന്നു ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലോക്കൽ ഓട്ടോക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ പരമാവധി ഓടിക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ എടുത്ത് കളയണതാണ് ബെറ്റർ. കാരണം വെച്ചാൽ ഇത്രയും വരെ വിണ്ടൊരവസ്ഥയിൽ ഇരിക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിനകത്ത് നമുക്ക് ആ സൗണ്ട് വ്യത്യാസം കാണിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡിയും അതിൻ്റെ ബോസ് ഡ്രൈവും കംപ്ലൈൻറ്റാണ്. ഇത് ശരിക്കും ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ഈ വെയിറ്റ്, റോളർ വെയിറ്റുകളൊക്കെ വന്നൊരു യൂണിറ്റാണ്. അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ബോസ് ഡ്രൈവ് എന്ന് തന്നെ പറയാം. ഇത്രയും പ്ലേയാണ് കാണിക്കണേ. അപ്പോൾ അതാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് സൈഡിൽ നിന്ന് ആ ഒരു മുഴക്ക സൗണ്ടോട് കൂടിയിട്ടുള്ള വൈബ്രേഷൻ കാണിക്കുന്നത് ഇതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഈ റോളറൊക്കെ കുറഞ്ഞ സാധനം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും അത് വലിയ പഴക്കമില്ല, പുതിയതാണ്. അപ്പോൾ ഇതൊന്നും മാറണ്ട, ഇതൊക്കെ ഇങ്ങനെ തന്നെ തിരക്കാതെ ഇടാം. എന്തായാലും അത് കിടന്ന് ഓടട്ടെ മാക്സിമം. ഈ 2 വീലുകൾ നമ്മൾ ചേഞ്ച് ചെയ്ത് തരണം. കാരണം ഞാൻ ഇത് ഇത്രയും ഓവലായിരിക്കണ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ഇനി കംപ്ലയിൻറ്റ് വരാമെന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും. കാരണം കറക്റ്റ് സ്മൂത്ത്നെസ് കിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ കംപ്ലയിൻറ്റ് വരാതെ ക്ലച്ച് ഫുള്ള് ഡാമേജിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലത്തെ ക്ലച്ചിൻ്റെ ബെൽറ്റ് വർക്ക് ചെയ്യണ പുള്ളി വീല് നമ്മൾ അഴിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മളത് കൂട്ടത്തിൽ കൂടെ അഴിച്ച് ഫുള്ള് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ റോളർ പിന്നും മാറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി ഗ്രീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല പെർഫോമൻസ്, നല്ല രീതിയിൽ വർക്ക് ചെയ്തോളും, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് തന്നെയാണ്. ഇത് നിലവിൽ വേറെ പ്രശ്നമില്ല. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അത് നമുക്ക് അഴിച്ചിട്ട് അതിൻ്റെ പിന്നൊന്ന് ഗ്രീസ് ചെയ്ത് അതന്നെ നമുക്ക് റീസെറ്റ് ചെയ്ത് എടുക്കാം. ഇതിനകത്ത് ക്ലച്ചിനകത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ 2 ഇതാണ്. ഒന്ന് ഇതും ഈ ബോസ് ഡ്രൈവ് മാറ്റാം, ബെൽറ്റ് മാറ്റാം. അത്രയാണ് നിലവിൽ മെയിനായിട്ട് കംപ്ലയിൻ്റ് ഉള്ളൂ. പിന്നെ അതിൻ്റെ ഓയിൽ സീലുകൾ ചേഞ്ച് ചെയ്തിടാം. അത് ഇവിടുത്തെ കിക്കറിൻ്റെ ഈ സ്റ്റോപ്പറൊന്ന് വെൽഡ് ചെയ്തിടാം. അതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കേസ് ഞാൻ പറഞ്ഞതല്ലോ, എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ യൂണിറ്റ് ഒന്ന് അഴിക്കേണ്ടി വരും.
ഈ ചോക്കിൻ്റെ കേബിൾ ചോക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. കാരണം എന്ന് വെച്ചാൽ ചോക്ക് കേബിൾ ഇവിടെ പിടിപ്പിച്ചിട്ടില്ല, വെറുതെ പിടിച്ചിട്ടേക്കാം. അപ്പോൾ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ചോക്ക് കേബിളൊന്ന് മാറ്റി റെഡിയാക്കി ഇടാം. അതേപോലെ തന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് മൊത്തം ചെളി അടിച്ച് കയറാം, കാരണം ഇവിടെ ഫ്ലാപ്പില്ല, അതാണ്. അപ്പോൾ ആ വീലുമേന്ന് തന്നെ ചെളി മൊത്തം ഈ ബാക്കിൽ ഈ സൈഡിലേക്ക് കയറി വരാം. അപ്പോൾ ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് എഞ്ചിൻ വണ്ടി മൊത്തത്തിൽ വാഷ് ചെയ്തില്ലെങ്കിലും ഈ എഞ്ചിൻ റൂമിൻ്റെ ഭാഗം ഒന്ന് നീറ്റായിട്ടൊന്ന് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിക്കുള്ള ഒരു ഫ്ലാപ്പും സെറ്റ് ചെയ്ത് ആ ചെളി കയറാത്ത രീതിയിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് ഫുള്ള് വാട്ടർ സർവീസ് ചെയ്തിട്ടായിരിക്കും ബെറ്റർ. കാരണം ഞാൻ ഇത്രയും ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെളി മഴയാണ്, മൊത്തം ചെളി അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കും. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൻ്റെ ഈ ബ്രേക്കിൻ്റെ കേബിളുകൾ ലോഡായി കിടക്കുന്നുണ്ടോ, ബ്രേക്ക് ഫുള്ള് ലോഡാണ്. ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആണ്, ഫ്രണ്ടിലേക്ക് വന്ന കേബിളും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ബ്രേക്ക് നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടാത്തതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഇരിക്കുന്ന ആംകോൻ്റെ ബാറ്ററിയാണ്. ആംകോണോ SF ആണോ അതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ അഴിച്ച് നോക്കണില്ല, ബാറ്ററി ടെസ്റ്റ് നടത്തുന്നുണ്ട്. 12.5 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കണം, വേറെ പ്രോബ്ലം ഒന്നും നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഹാൻഡലിൻ്റെ ഈ കവർ മൊത്തം പൊട്ടിയിരിക്കണം. ഈ സൈഡൊക്കെ അഡീഷണൽ ബോൾട്ടൊക്കെ ഇട്ടിട്ട് അതിൽ പിടിപ്പിച്ചേ വെച്ചേക്കണേ. അപ്പോൾ ഇവിടെ ശരിക്കും ജർക്കിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഡബിൾ സൈഡ് ടേപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ആ വലിയ ജർക്കിങ് ഒഴിവാക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. അഴിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം മിക്കവാറും അത് കവർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പരമാവധി അപ്പോൾ ആ രീതി തന്നെ ഓടട്ടെ. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ലീക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഓയിൽ സീലിൻ്റെ ലീക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം അത് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. ഞാൻ സർവീസിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻസ് നമ്മൾ നോക്കി ഇൻഫോം ചെയ്യണമെന്നുള്ളൂ. ഈ സൈഡ് ലീക്കാണ്. ഇത് അഴിച്ച് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് അതിൻ്റെ ഓയിൽസിൽ മാറേണ്ടി വരും. ചെയ്യുമ്പോൾ 2 ഫോർക്കിൻ്റെയും ഓയിൽസിലും ഓയിൽ മാറേണ്ടി വരും. ഇനി അഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം, പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അഴിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. അത് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു പോകണതാണ് ബെറ്റർ. കാരണം ഇങ്ങനെ കിടന്ന് ഓടുന്തോറും ആ സ്റ്റീൽ പൈപ്പ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നു. പ്ലഗിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കാർബൺ നല്ല രീതിയിൽ തന്നെ കരിയുണ്ട്. അതിൻ്റെ ഒരു കാരണക്കാരൻ ഈ ഇരിക്കുന്ന എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ ഇപ്പോൾ നല്ല ഫിൽറ്റർ അല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്ലോ കുറയും, എയറിൻ്റെ ഇത് കുറവും, പെട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് അത് കത്താനുള്ളൊരു എയർ കിട്ടാത്തൊരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും കാർബണായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അത് ശരിക്കും ഹെഡിനകത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻസുകൾ നമുക്ക് പിന്നീട് കുറച്ച് ഓടുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. തൽക്കാലം എയർ ഫിൽറ്ററും പ്ലഗും റെഡിയാക്കി ഇടാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണ്, കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമില്ല. അതാ തന്നെ ഏട്ടാ എൻജിൻ ഓയിൽ മാറണമുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു ലിസ്റ്റ് ജസ്റ്റ് ഒന്നുകൂടി പറയാം. അപ്പോൾ അതൊന്ന് നോക്കാം. എൻജിൻ ഓയിൽ നമുക്ക് മാറണം. ഓയിൽ മാറുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിഞ്ഞ് നമുക്ക് ചേഞ്ച് ചെയ്തിടാനുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിയിടാനുണ്ട്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ 3 കേബിളുകൾ, ബാക്കിലേക്ക് ഒരു കേബിളും ഫ്രണ്ട് വീലിൻ്റെ 2 കേബിളും മാറ്റിയിടാനുണ്ട്. എയർ ഫിൽറ്റർ മാറ്റണം. അതേപോലെ തന്നെ പ്ലഗ് മാറ്റിയിടാനുണ്ട്. പിന്നെ വീലിനകത്ത് വന്ന ക്ലച്ചിനകത്ത് വന്ന ഈ വീലും അതിൻ്റെ പിന്നും ഈ ഐറ്റം മാറാനുണ്ട്. ബോസ് ഡ്രൈവ് എന്ന് പറയാൻ. ഗിയർ ബോക്സിനകത്ത് ഓയിലില്ല, അപ്പോൾ ഓയിൽ ഫില്ല് ചെയ്യണം. ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ആ പിന്നും റോളർ സെറ്റ് മാറ്റിയിടാനുണ്ട്. പിന്നെ ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ ഈ കിക്കറിൻ്റെ സ്റ്റോപ്പറൊന്നും വെൽഡ് ചെയ്തെടുക്കാനുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ്. അപ്പോൾ ബെൽറ്റ് മാറ്റുന്ന കേസ് എസ്റ്റിമേറ്റിലാണ് പെടുത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക്. ഫോർക്ക് ഓയിലിൻ്റെ കേസൊന്നും ഇതിനകത്ത് പെടുത്തിയിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് അത് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വാട്സാപ്പ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നോക്കിയിട്ട് അത് എങ്ങനെ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് പറയാം. അപ്പോൾ അതിനകത്ത് നമുക്ക് അഡീഷണലായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് കേബിളുകൾ ചേഞ്ച് ചെയ്യാം, കാർബറേറ്റർ ക്ലീനിങ് വേണം അഡീഷണൽ വരാം. ബാക്കിയൊക്കെ ഒരുവിധ സർവീസിനകത്ത് നമ്മൾ കൊള്ളിക്കാം. അത് രണ്ടും നമുക്ക് പുറമെ വന്ന വർക്കുകളാണ്. അതായത് സർവീസിൽ വരാത്ത വർക്കാണ്. അതൊക്കെ അഡീഷണൽ വന്ന വർക്കാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.